വളരെ എളുപ്പത്തിൽ ഒരു സ്വിച്ച് ബോർഡ് എങ്ങനെ വയറിംഗ് ചെയ്തെടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അതായത് ഒരു പ്ലഗും ഒരു സ്വിച്ചും, അതായത് ഒരു സോക്കറ്റും ഒരു സ്വിച്ചും ഒരു 3-പിൻ പ്ലഗും, അത്രയുള്ള സിമ്പിളായിട്ടുള്ളൊരു സ്വിച്ച് ബോർഡാണ് നമ്മൾ വയറിംഗ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് അതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ബോക്സിലേക്ക് സോക്കറ്റ് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണ്. സ്ക്രൂവിൻ്റെ കൂടെ ഒരു ബോൾട്ടും കൂടെ ഉണ്ട്. അത് ആദ്യം കൈ കൊണ്ട് ടൈറ്റ് ചെയ്തിട്ട് നമ്മളത് സ്ക്രൂ ഡ്രൈവർ ഇട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യും. അതുപോലെ തന്നെ സ്വിച്ചും നമുക്ക് അതിലോട്ട് ഫിക്സ് ചെയ്യണം. നന്നായിട്ട് ടൈറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ ടൈറ്റായിട്ടുള്ള പിന്നൊക്കെ കുത്തുമ്പം ഇത് പറഞ്ഞു പോരും. അതുപോലെ സ്വിച്ചും നമ്മൾ കറക്റ്റായിട്ട് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വയറിങ് ചെയ്യാൻ തുടങ്ങണം. അപ്പോൾ ഫേസ്, അതായത് ലൈൻ എന്ന് എഴുതിയിട്ടുണ്ടാവും, എൽ എന്ന് എഴുതിയിട്ടുണ്ടാവും, അങ്ങോട്ട് നമ്മളൊരു റെഡ് വയർ കണക്ട് ചെയ്യണം. അത് നമ്മൾ സ്വിച്ചിലോട്ട് കണക്ട് ചെയ്യണം. അതായത് സ്വിച്ച് ഓൺ ആക്കുമ്പോഴാണ് അതിൽ കറണ്ട് വരുന്നത്. മാറിപ്പോകരുത്. ഇപ്പോൾ ഇടത്ത സൈഡിൽ പ്ലഗ് തിരിച്ച് പിടിക്കുമ്പോൾ അത് വലത്ത് സൈഡിലായിരിക്കും. വലത്ത് സൈഡിലാണ് എപ്പോഴും ഫേസ് അല്ലെങ്കിൽ ലൈൻ. നമ്മൾ സ്ക്രൂ ഡ്രൈവർ വെച്ച ബോക്സിനൊരു 3 ഹോൾ ഇടുകയാണ്. 3 വയർ എടുത്തു, കറുപ്പ്, ചുവപ്പ്, പച്ച. അപ്പോൾ ചുവപ്പാണ് ഫേസിനായിട്ട് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ സ്വിച്ചിൻ്റെ മറ്റേ ടെർമിനലിലേക്ക് കൊടുത്തു. അതുപോലെ ന്യൂട്രൽ പ്ലഗ് സോക്കറ്റിൻ്റെ ന്യൂട്രലിലേക്കും എർത്തിലേക്കും കൊടുത്തു. അപ്പോൾ നമ്മളെല്ലാം ശരിയാണോ എന്ന് ഒന്നുകൂടെ നോക്കണം, എവിടെയെങ്കിലും കൂട്ടിമുട്ടോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന്. അപ്പം കുഴപ്പമൊന്നുമില്ല. നമുക്കിനി ബോക്സ് അടയ്ക്കാം. ബോക്സ് അടച്ച് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യാം. ഇനി നമുക്ക് 3-പിൻ പ്ലഗ് ഒരെണ്ണം ഫിറ്റ് ചെയ്യണം അതിൻ്റെ മറ്റേ അറ്റത്ത്. ഇതാണ് 3-പിൻ പ്ലഗ്. അപ്പോൾ ഇത് നമുക്ക് അഴിക്കാം. ഇതിൻ്റെയും കറക്റ്റ് നോക്കി വേണം ചെയ്യാൻ. വലത്ത് സൈഡിൽ ഫേസ്, അതായത് റെഡ് വയർ വലത്ത് സൈഡിൽ കൊടുക്കണം. ആദ്യം നമ്മൾ എർത്ത് കണക്ട് ചെയ്യണം, പച്ച. അത് കഴിഞ്ഞിട്ട് റെഡ്, അതായത് ഫേസ്. പ്ലഗ് കുത്തുമ്പോൾ പ്ലഗിൻ്റെ വലത്ത് സൈഡിലാണ് ഫേസ് വരേണ്ടത്. അതെല്ലാം നമ്മളിട്ട് നന്നായിട്ട് സ്ക്രൂ ടൈറ്റ് ചെയ്യണം. സ്ക്രൂ നല്ല ടൈറ്റായിട്ട് മുറുക്കണം, കാരണം അത് ഊരിപ്പോയാലും എന്തെങ്കിലുമൊക്കെ അപകടം സംഭവിക്കാം. അതുപോലെ ന്യൂട്രൽ, അതായത് ബ്ലാക്ക് വയർ നമ്മൾ ജോയിൻ ചെയ്തു. ഇനി അത് അടയ്ക്കാം. അതും എല്ലാം കറക്റ്റാണെന്നൊന്ന് ചെക്ക് ചെയ്യണം. അതിന് ശേഷം നമുക്കിത് അടയ്ക്കാം. ഇപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം തീർന്നു. ഇനി നമുക്കിത് ചെക്ക് ചെയ്താൽ മതി. നമുക്കിത് വേറൊരു പ്ലഗ് കുത്തി ചെക്ക് ചെയ്യാം. ഇത് മേടിക്കുന്ന ഒരു എക്സ്റ്റൻഷൻ ബോർഡാണ്. ഇത്രയും ഒരു ക്വാളിറ്റി കാണില്ല ഉണ്ടാക്കിയെടുക്കുന്ന ഇത്രയും. നമ്മൾ കണക്ഷൻ കൊടുത്തു. ഇനി നമുക്ക് ടെസ്റ്റർ വെച്ച് കറണ്ട് വരുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. ടെസ്റ്റർ കുത്തി എന്നിട്ട് സ്വിച്ച് ഇട്ടപ്പോൾ ടെസ്റ്റർ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മൊബൈൽ ചാർജ് ചെയ്ത് നോക്കാം. കുത്തി മൊബൈൽ സ്വിച്ച് ഇട്ടപ്പോൾ തന്നെ ചാർജ് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ സൂക്ഷിച്ചും ശ്രദ്ധയോടും കൂടി വേണം ഇത് ചെയ്യാനായിട്ട്. ഒരു ഇലക്ട്രീഷ്യൻ്റെ സഹായം തേടുന്നത് നല്ലതായിരിക്കും. കാരണം ഇതിൽ പറ്റുന്ന ഒരു ചെറിയ അശ്രദ്ധ പോലും നമ്മളെ ജീവൻ വരെ അപകടത്തിലാകാൻ കാരണമാകും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രം ഇത് ചെയ്യുക. വളരെ എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു സർക്യൂട്ടാണിത്. താങ്ക്സ് ഫോർ വാച്ചിങ്.